ഇന്ന് സെക്കൻഡ് സ്കെഡ്യൂൾ ഷൂട്ട് ഡേ 11 രാവിലെ തന്നെ ഞാൻ വന്ന് മേക്കപ്പൊക്കെ ഇട്ടിരുന്നു. പക്ഷേ എനിക്ക് ഈ രാവിലെ തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബാബുക്കുട്ടൻ്റെ ടാറ്റു നമ്മൾ കൺഫേം ആക്കി. അപ്പോൾ ഇതാണ് ഫൈനൽ ടാറ്റു വരുന്നത്. ഈ ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ RK വെഡ്ഡിങ് മാളിൽ നിന്ന് നമ്മൾ കാതോട് കാതോരം സീരിയലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ടോപ്പായിരുന്നു. അതിപ്പോഴാണ് എനിക്ക് യൂസ്ഫുൾ ആവുന്നത്. അന്നേ ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത സീരിയലിലേക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഷാളും പാൻറ്റൊക്കെ പെയർ ചെയ്തതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചായിരുന്നു. ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ പഴവും ഉപ്മാവും ഒക്കെയാണ്. നല്ല ഫുഡിങ് ആണെന്ന് ആരും വിചാരിക്കേണ്ട, അത്ര വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ മെസ്സൊക്കെ മാറി കേട്ടോ. അപ്പോൾ അതേ മീരക്കുട്ടി ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ പെറ്റാണ് മീരക്കുട്ടി. മീരക്കുട്ടീനെ കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കല്ലേ, അതിൻ്റെ കണ്ണൊക്കെ നോക്കി. പണ്ടൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഞാൻ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഇടാറുണ്ടല്ലേ. ഇപ്പോൾ ഞാൻ അങ്ങനെ ഇടാറില്ല. പക്ഷേ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു വാട്ട് എ ഡേ എന്നുള്ള രീതിക്കുള്ളൊരു വീഡിയോ ചെയ്യാം. ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാതോട് കാതോടുള്ള സമയത്ത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം I3 അറ്റയേഴ്സ് ആണ്. നല്ല അടിപൊളിയാണല്ലേ. ഇത് തന്നെയാണ് കേട്ടോ ഞാൻ ഫോട്ടോഷൂട്ടിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സീരിയലിലേക്ക് നോർമലി ഞാൻ ഇട്ടുവെന്ന് മാത്രം. അപ്പോൾ ഇവരും അതേപോലെ തന്നെ ഇത് നമ്മുടെ സ്വന്തം ലക്ഷ്യ ഡിസൈൻസ് എന്നാണ്. ഈ 2 ബുട്ടീക്സാണ് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഈ ഒരു കോളറിനൊക്കെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് മീരയ്ക്ക് ഇന്ന് കുറച്ച് കറിയുന്ന സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അവരെ കൊണ്ട് റീപ്ലേ ചെയ്യിപ്പിച്ചത് കാണുകയാണ്. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി അവിടുത്തെ മാങ്ങയും പേരയ്ക്കൊക്കെ പൊട്ടിച്ച് തിന്നലാണ് പരിപാടി. ഈ പേരയ്ക്ക് നമുക്ക് സാറിൻ്റെ മോണിറ്ററിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. സാർ അറിയാതെ അങ്ങനെ ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പേരയ്ക്ക അടിച്ചു മാറ്റി കഴിക്കുകയാണ് ഗൈസ്. ഞാനും മീരയും ഉണ്ട്.